സുഹൃത്തുക്കളെ, ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് 2023 മെയ് മാസത്തിലാണ് ഞാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിയത്. ആ സമയത്ത് സുരേന്ദ്രേട്ടൻ എല്ലാ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു, അഭിമുഖങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം ഞാനുമായി നടത്തിയ ഇൻ്റർവ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ കെ സുരേന്ദ്രൻ എന്ന ഒഫീഷ്യൽ പേജിലും അതേപോലെ തന്നെ BJP കേരളം എന്ന പേജിലും ഷെയർ ചെയ്തിട്ടത്. സുവർണപ്രസാദ്, അദ്ദേഹത്തിൻ്റെ മീഡിയ സെല്ലിൻ്റെ കൈകാര്യം ചെയ്യുന്ന മീഡിയ കൺവീനറായിട്ടുള്ള സുവർണപ്രസാദ് വിളിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഇടരുത്, അപ്പോൾ നമ്മൾ റീച്ച് പോവും എന്നുള്ളത് പറഞ്ഞു. ഞാൻ ആ ഇൻ്റർവ്യൂ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ആരാണ് കെ സുരേന്ദ്രൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒരു മുതലാളിയുടെ പേരിൽ ഒരു കേസ് വന്നാലും അവർ വിമർശിക്കില്ല. അവിടെ ഇതിനെ പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അവിടെ നിങ്ങൾക്കും പ്രശ്നമില്ല. ഞാൻ കേട്ടെ, നാളെ യൂസഫലിക്കെതിരെ വിഷയം ഉണ്ടായി, നിങ്ങൾ വിമർശിക്കും. ഗഡ്കരി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരള സർക്കാരിന്റെ ഇച്ഛാശക്തി. പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്ന്, ഗെയിൽ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ അതിന്റെ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞു കേരള സർക്കാരിന് പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. PV അൻവർ അയാള് വലിയ നല്ലവനായിപ്പോ മാറിയിരിക്കുക. അത് കാരണം ഇവിടെ അജിത് ഡോവലും മകനും, അജിത് ഡോവലിന്റെ മകൻ 8,000 കോടി രൂപ. പക്ഷെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ പഴയ സുരേന്ദ്രന്റെ പ്രേതമാണ് ആ സ്ഥാനത്തിരിക്കുന്നത് നമുക്ക് തോന്നാറുണ്ട്. ഒന്നും അറിയുന്നില്ല, ഒന്നും എല്ലാം അച്ഛനും മരുമകനും. പാർട്ടി കേരളത്തിൽ വിജയിക്കുന്ന കാലത്ത് ഞാനുങ്ങളൊക്കെ ഉണ്ടാവും. അച്ഛൻ അമ്മയിപ്പോ ഇല്ല. അച്ഛൻ ഒരു ജനസംഘം അനുഭവിയാണ്. DFന്റെ ശാപം കിട്ടിയത് സത്യത്തിൽ നിങ്ങൾക്കാണെന്ന് ഞാൻ പറഞ്ഞാലോ. കാരണം അതിനുശേഷമുള്ള 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. ഈ കൊടകര വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളെ പേര് വല്ലാതെ ഉയർന്നിരുന്നു. ഈ പൈസയ്ക്ക് അവിടെ കൊണ്ട് സ്വിസ് ബാങ്കിലും എല്ലാം അക്കൗണ്ട്. ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ആർട്സ് കോളേജിൽ കയറി ഒന്ന് അടിക്കണം. അങ്ങനെ ഞങ്ങൾ ആർട്സ് കോളേജിൽ SFIക്കാരൊക്കെ ക്ലാസ് വിട്ട് പുറത്തിറങ്ങി നമ്മളൊരു വണ്ടി ചെന്നു നിരത്തി. ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ബ്രണ്ണൻ കോളേജിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് കെ സുധാകരനും പിണറായി വിജയനും. പണ്ടത്തെ ഇത് രണ്ടുപേരും ഒരു തള്ളിയതാ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പിണറായിയും ഒരു തള്ളിയതാണ്, സുധാകരനും ഒരു തള്ളിയതാവാനാണ് സാധ്യത. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അധികം മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ജിയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. സുരേന്ദ്രേട്ടാ, എന്തെങ്കിലും നടക്കുമോ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളെ ബാക്കിയിട്ടു. 2016 നിങ്ങൾ കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങി. 2021 അത് പൂട്ടിക്കെട്ടിപ്പോയി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമല വിഷയത്തിന്റെ ചാമ്പ്യന്മാരാവാൻ നിങ്ങളാണ് വിതച്ചത്. പക്ഷെ കൊയ്തെടുത്തത് UDF ആണ്. നിസ്സംഗതയോടെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. 2021 അവസ്ഥ അതേപോലെ തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ഷെയർ വല്ലാതെ കുറഞ്ഞു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കുമെന്ന്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം 2019 ഇവിടെ നടന്ന ഒരു പ്രചരണം മോദി ഒരു വൺ ടൈം മാജിക് മാത്രമാണ്. രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും. വയനാട്ടിൽ നിന്നുള്ള MP ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതായിരുന്നു 2019 ഏറ്റവും വലിയ ഹൈലൈറ്റ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോ അതിനുശേഷമാണ് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത്. കോൺഗ്രസിന് ഇനി അടുത്ത കാലത്തൊന്നും ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിയില്ല. ഇനി 2024 മോദി തന്നെയായിരിക്കും. ഇനി സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം മുഴുവൻ ഈ രാജ്യത്തെ നയിക്കാൻ BJP തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ആർക്കും തന്നെ സംശയമില്ല. മറ്റൊരു കാര്യം, 2024 ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പൊ അവര് പാറ്റ്നയിൽ യോഗം ചേർന്ന് 541 മണ്ഡലങ്ങളിൽ 450 അടുത്ത് ഞങ്ങൾ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ളവരാണ്. എന്റെ ലളിതമായ ഒരു ചോദ്യം, പിണറായി വിജയനും ഗോവിന്ദ മാഷും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിമർശിക്കുകയില്ലയോ? രാഹുൽ ഗാന്ധിയാണല്ലോ കോൺഗ്രസിന്റെ നേതാവ്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയാണല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത്, അതായത് സീതാറാം യെച്ചൂരിയും ഇവരെ കൂടി ഒരുമിച്ച് ചായ കുടിച്ച് പിരിഞ്ഞു. പക്ഷേ കേരളത്തിലെ CPM കോൺഗ്രസിനെ വിമർശിക്കുകയില്ല, അല്ലെങ്കിൽ കേരളത്തിൽ പൊതു സ്ഥാനാർത്ഥി. അല്ല, എന്താണ് അവരൊക്കെ? ഞാൻ ചോദിക്കുന്ന, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുമല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും ഒരു ക്യാമ്പയിൻ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പൊ 2024 തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുന്ന UDFും LDFും ഏത് വിഷയത്തിലാണ് എതിരാളികളെ വിമർശിക്കുന്നത്? അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എതിരാളികളെ വിമർശിക്കാൻ സാധിക്കുമോ? സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പിണറായി വിജയന്റെ അഴിമതിയും AI ക്യാമറയൊക്കെ കോൺഗ്രസിന് വിമർശിക്കാം. കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെല്ലാം CPMനും വിമർശിക്കാം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ച ചെയ്യാനാണ് അവർ പോകുന്നത്? അപ്പൊ ഒന്നുകിൽ അതായത് റിലവൻസ്
ഇല്ല അവർക്ക് രണ്ടുപേർക്കും. ഇങ്ങനെ വേറെ വേറെ മത്സരിക്കുന്നതിന് പ്രസക്തി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. 2024 മോദി വേണോ വേണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിലായിരിക്കും പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ വിഷയമാണ് തീർച്ചയായിട്ടും BJPക്ക് വളരെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ മോദി മോദി എന്ന് ആവർത്തിച്ച് പറയുന്നത് മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഐക്കോണിക് ഫിഗർ സ്വാഭാവികമായിട്ട് ഇപ്പൊ സംസ്ഥാന BJP ആണെങ്കിൽ നിങ്ങളാണ് എന്റെ മുഖം. അതേപോലെ തന്നെ പിന്നെ മോദി നിൽക്കാം. പക്ഷേ മോദി 10 വർഷം 9 വർഷമായി പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോഴും മോദി എഫക്ട് എന്ന് പറയുമ്പോൾ അതൊരു തരം രാജഭരണത്തിന്റെ ശൈലിയിലേക്ക് പോവുക. വ്യക്തിക്കാണോ BJP എന്ന പ്രസ്ഥാനത്തിനാണോ പ്രാധാന്യം? അല്ല, ഇത് രണ്ടും സമഞ്ജസമാണ്. കാരണം വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒരു പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ പൊളിറ്റിക്കൽ പാർലമെന്ററി ജനാധിപത്യം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നേതൃത്വം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മോദിക്കല്ലാതെ ഇങ്ങനെയുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ മറ്റാർക്കാണ് കഴിഞ്ഞത്? അവിടെയാണ് വീണ്ടും എന്റെ ചോദ്യം അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെ. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ വാക്കിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് വേണം, വിഷണറി ആയിട്ടുള്ള ലീഡർഷിപ്പ് വേണമെന്നല്ല. സിഗ്നിഫിക്കന്റ് ലീഡർഷിപ്പ് ഈസ് ഓക്കെ. പക്ഷെ വിഷണറി ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മോദിയുടെ വിഷനാണോ ഇത് BJPയുടെ വിഷൻ തന്നെയാണ്. കാരണം BJP ഐഡിയോളജിക്കലി BJPയുടെ നയങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നത്. പക്ഷെ BJPയുടെ നയങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന് കാണിക്കുന്ന കൃത്യത, അതിന്റെ ട്രാൻസ്പാരൻസി, അതുമായി ബന്ധപ്പെട്ട വേഗത, കൊടുക്കുന്ന സമയം, അതിന്റെ നിലപാടുകളിലെ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ 20 വർഷം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായിട്ട്, 12 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ 9 വർഷം, 21 വർഷമായി. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് 22 വർഷമായി. അപ്പൊ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പൊ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ്, ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം താങ്കളെ, ഇപ്പൊ നമ്മൾ 2014 മുമ്പ് തീവണ്ടി കയറിയിട്ടുണ്ട്. 2014 മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും മൂക്ക് പൊത്താതെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ പോകാൻ കഴിയായിരുന്നില്ല. നമ്മൾ രാവിലെ ഒരു ട്രെയിനിൽ കയറിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ജനൽ അടയ്ക്കുകയാണ്. കാരണം ട്രെയിൻ പാളത്തിലേക്ക് നമുക്ക് നോക്കാനേ കഴിയായിരുന്നില്ല. ഇന്ന് നിങ്ങൾ ഇന്ത്യയിൽ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും നിങ്ങൾക്ക് ഇതുപോലെ അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന അത്രയും വൃത്തിയുണ്ട്. നോക്കൂ, നിങ്ങൾ 97% ഇന്ത്യൻ ട്രെയിനുകളും ബയോ ടോയ്ലറ്റ് ആണ് ഇന്ന്. അതെ, 97% പാസഞ്ചർ ട്രെയിനുകൾ ബാക്കിയുണ്ട്. അതിപ്പോ പൂർത്തിയാവും. ഞാൻ പറഞ്ഞ ഇത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു 2014. ഇതുപോലെ നിങ്ങൾ ഏതേത് മേഖലയിൽ നോക്കിക്കോ, മോദി മാജിക് എവിടെയെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഓരോ പൗരന്റെയും ഓരോ പ്രദേശത്തിന്റെയും അനുഭവ സാക്ഷ്യം. കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും വെറുതെ കാലം 2014 വരെ മുമ്പോട്ട് പോയില്ലെന്നൊന്നും പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. 2014 ഇപ്പൊ ഈ നാഷണൽ ഹൈവേ ആണല്ലോ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. കാരണം റിയാസ് ചട്ടി തൊപ്പിയും വെച്ചിട്ട് വന്നിരുന്നിട്ട് ഞങ്ങളതാണെന്ന് പറയുന്നത്. ഇനിയും അതിന് സ്കോപ്പില്ല. ഇപ്പൊ ഗഡ്കരി പറഞ്ഞു നിങ്ങൾ വേണ്ട, ഏത് സംസ്ഥാനത്തിന്റെ വിഹിതം വേണ്ട, ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് 1 രൂപ നിങ്ങൾ തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് 47 മുതൽ 2014 വരെ ഫീൽഡ് ഹൈവേ ആണല്ലോ ഇപ്പൊ പാലക്കാട് വരെ ഏറ്റവും വലിയൊരു പാത ഇപ്പൊ അതാണ്. അതായത് ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. 2014 വരെ ഇന്ത്യയിലാകെ നിർമ്മിച്ച നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് 96,746 കിലോമീറ്റർ. കണക്ക് ഞാൻ പറയുന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. NH പറയുന്നതിന് വേറെ കാര്യമുണ്ട്. പക്ഷെ 14 മുതൽ 23 വരെ 67,000 സിസ്റ്റം കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞാൽ 65 കൊല്ലം നമ്മൾ ഉണ്ടാക്കിയ ദേശീയപാതയുടെ 75 ശതമാനം, 3/4 ഭാഗവും അധികം ഇപ്പൊ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളിലും അല്ല സുരേന്ദ്രേട്ടാ, അത് ഞാൻ അംഗീകരിക്കണം. ഇപ്പൊ പിന്നെ എനിക്ക് അടുത്ത് ഉള്ള റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു 2-3 വർഷത്തിനകം അമേരിക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ പിന്നെ റോഡിന്റെ ലെങ്ത് ദൈർഘ്യം ഇന്ത്യയിലുണ്ടാവും പറഞ്ഞു. കാരണം അവിടുത്തെ വിസ്തൃതിയും അവിടുത്തെ സ്വഭാവവും ഇവിടുത്തും കൂടി അല്ലാതെ തന്നെ നോക്കിയാൽ തന്നെ എല്ലാ പാരാമീറ്റേഴ്സിലും. പക്ഷേ പാരാമീറ്റേഴ്സ് ഒക്കെ ഞാൻ അംഗീകരിക്കണം. പക്ഷേ ഗഡ്കരി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന്റെ ഇച്ഛാശക്തി. പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്ന്, ഗെയിൽ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ അതിന്റെ പിന്നെ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞു കേരള സർക്കാരിന് പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. കാരണം അതിന്റെ സ്ഥലമേറ്റെടുപ്പ് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. NH-മായി ബന്ധപ്പെട്ട് ദേശീയപാത വികസനമായിട്ട് ബന്ധപ്പെട്ട് ഗഡ്കരി നല്ല പ്രോഗ്രസ് കാർഡാണ് സംസ്ഥാന സർക്കാരിന് കൊടുത്തത്. അപ്പൊ അവർ കൂടി അർഹതപ്പെട്ടതാണ് ക്രെഡിറ്റ്. അല്ലല്ല, ലാൻഡ് അക്വിസിഷന്റെ കാര്യത്തിൽ കേരളത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നല്ലതുകൊണ്ട് എല്ലാവരും ഒരു ഗവൺമെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ പറയില്ലേ. തർക്കം എവിടെയായിരുന്നു? പിണറായി വിജയൻ സമ്മതിച്ചതാണ് 25% ഓഫ് ദി ലാൻഡ് അക്വിസിഷൻ ഞങ്ങൾ ഈ ചെലവിന്റെ ആകെ ഞങ്ങൾ തരും. ലാൻഡ് അക്വിസിഷൻ നടക്കുകയാണ്. കാരണം ഇവിടെ ഒരു കിലോമീറ്റർ റോഡ് പോണേ 100 കോടി രൂപ വേണം. അതിന്റെ ഭൂമി പണി എല്ലാം കൂടെ ചെന്നിട്ട്
അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അതിവേഗം ദേശീയപാത വികസനം നടക്കുമ്പോൾ ഒറ്റയടിക്ക് ഇവർ പിന്മാറി ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെന്നു. അതാണ് ഈ തർക്കത്തിനെല്ലാം കാരണം. ഇപ്പൊ ആ തർക്കം അവസാനിച്ചു. ഞങ്ങള് വേണ്ട, അതില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നുള്ള നില വന്നു. പക്ഷെ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇത്രയുള്ളൂ, ക്രെഡിറ്റ് എടുക്കാൻ വരരുത്. കാരണം തലയിൽ ചട്ടിത്തൊപ്പിയും വെച്ചിട്ട് ഫ്ലക്സ് ബോർഡ് അടിച്ച് ഇത് മുഴുവൻ കേരളം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കേരളം സഹായിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നല്ലത് സംസ്ഥാന സർക്കാർ ചെയ്താലോ അങ്ങനെയല്ല എന്താ സംശയമുള്ളത്? കാരണം നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഗവൺമെന്റിന്റെ മാത്രമല്ല നമ്മളൊരു ടീം ഇന്ത്യയാണ്, എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവും ചേർന്ന്. പക്ഷെ LDF അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് കിട്ടിയ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടിൽ ഒരാൾ പോയി എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അയാൾക്ക് മുഴുവൻ സ്റ്റെന്റ് മാറ്റാനുള്ള പൈസയും കൊടുത്തിരിക്കുന്നത് ആയുഷ്മാൻ ഭാരതിന്റെ കാർഡിലാണ്. പക്ഷെ അതിനകത്ത് അവര് ഒരു ആയുഷ്മാൻ ഭാരത് എന്നുള്ളതിന് അടിച്ച സ്ഥലത്ത് അവരൊരു സീൽ അടിച്ചിരിക്കുകയാണ്. ഇതൊരു മാതിരി പിന്നെ വൃത്തികെട്ട പരിപാടിയാണ്. ഇതുപോലത്തെ നിരവധി കാര്യങ്ങൾ കാണിക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള വിഹിതം കിട്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പോലും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചേർന്ന് നടത്തുന്നതിൽ മോദിയുടെ പടവും വെക്കുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ ജൽജീവൻ മിഷൻ 60% ഓഫ് ദി കോസ്റ്റ് ഞങ്ങളുടെയാണ്. പക്ഷെ സെൻട്രൽ ഡയറക്ട് ചെയ്യുന്നതിൽ പോലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അത് നിങ്ങളെ കഴിവുകേട്. ഞാനൊരു കഴിവുകേട് എന്ന് പറയുന്നത് വെച്ചാൽ ആയുഷ്മാൻ ഭാരതിന്റെ നോട്ടീസ് അടിച്ചിറക്കും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അവിടെ അയാളെ ബോർഡ് വെക്കുമ്പോൾ നമുക്ക് ഇത് എന്ത് കഴിവുടെ ചെയ്യാൻ പറ്റും? അതിൽ നിങ്ങളെ സംഘടനാപരമായിട്ട് നിങ്ങൾ BJP പ്രതിഷേധം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പ്രതിഷേധമല്ല. നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതിഷേധിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് സംഘടനാ മിഷണറി ഉണ്ട്. സംഘടനാ മിഷണറി ഉപയോഗിച്ച് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. പിന്നെ കാരണം ആയുഷ്മാൻ ഭാവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റതാണ് എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ എത്ര പേർക്ക് അറിയാം? നിങ്ങളെ സംഘടനാപരമായ പോരായ്മയാണ്. പദ്ധതികളൊക്കെ അറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ആയുഷ്മാൻ ഭാരത് എന്നും കേരള ഗവൺമെന്റ് 30,000 രൂപ എടുത്ത് എല്ലാവരും ഫേസ്ബുക്ക് നോക്കിയിട്ടല്ല. ഞങ്ങളിപ്പോ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ക്യാമ്പയിൻ ഉണ്ട്. ഞങ്ങൾ എത്ര വീടുകൾ കയറി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ല വിഷയം. ഒരു ഗവൺമെന്റിന്റെ നയിക്കുന്ന ആൾക്കാര് അരുതാത്ത കാര്യങ്ങൾ സാമാന്യ മര്യാദ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. ഒരു ഗവൺമെന്റ് ആണ് പ്രവർത്തിക്കുന്നത്. അതിവിടെ കാണുന്നില്ല. പിന്നെ ഇപ്പോ ഈ മാധ്യമ വേട്ടയാടലിന് സാധാരണഗതിയിൽ പിണറായി വിജയൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് വർഷങ്ങളായിട്ട്. BJPക്ക് അകത്ത് BJPയുടെ ഇന്നോളമുള്ള കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാരാർജി തൊട്ടുള്ള ബാക്കിയുള്ള എല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അകത്ത് ഏറ്റവും അധികം മാധ്യമങ്ങളുടെ വേട്ടയാടൽ എന്നുള്ളതല്ല, അതിന് സത്യാവസ്ഥ ബാക്കിയുള്ളവർക്ക് വേറെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങളെ കുറിച്ച് വിമർശനങ്ങളുടെ എതിരഭിപ്രായങ്ങളുണ്ട്. ഇതിനെങ്ങനെ നോക്കിക്കാണ്? കാരണം നിരന്തരമായി വിമർശനങ്ങളെ വസ്തുതകൾ വിമർശിക്കുന്നതിന് ആരും എതിരല്ല. വസ്തുതയുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത വാർത്തകൾ വരുത്തുകയും അതിലൂടെ മാധ്യമങ്ങൾ വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് എന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കൂടി ഉദ്ദേശിച്ചത് സർഗാത്മകമായ വിമർശനമാവാം. പിന്നെ ഒരാളെ തിരുത്തണം അല്ലെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയാലോ. സുരേന്ദ്രന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയും യു ആർ എറ്റ് റോങ്. പക്ഷെ അതിനപ്പുറത്ത് ഒരാളെ അത് ഇല്ലാണ്ടാക്കണം, നശിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള വിമർശനത്തിന്റെ സ്വഭാവമായി മാറുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എത്രയോ വർഷമായിട്ട് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇടപെടുന്ന വിഷയങ്ങളിൽ കാണിക്കുന്ന ശക്തമായ നിലപാട്, ആരോടും മുഖം നോക്കാതെ വിമർശിക്കാനുള്ള ഒരു രീതി ജീവിതമാർഗത്തിൽ ആദ്യകാലം മുതൽ സ്വീകരിച്ചത് കൊണ്ട് ഇപ്പോ സൗഹൃദമുണ്ട്, അതുകൊണ്ട് ആരെയും വിമർശിക്കേണ്ട അങ്ങനെ ഒരു നിലപാട് എനിക്കില്ല. പാർട്ടി കമ്മിറ്റിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്രയോ നേതാക്കന്മാരായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്, കോൺഗ്രസിൽ എത്രയോ നേതാക്കന്മാരായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. പക്ഷെ ഒരു വിഷയം വരുമ്പോ അത് ഇ പി ജയരാജനായാലും പിണറായി വിജയനായാലും അതുപോലെ CPM-ലെ ഏത് നേതാവായാലും അവരുടെ വിഷയങ്ങളെല്ലാം വരുമ്പോൾ ശക്തമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നു. പൊളിറ്റിക്കലിയാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ മുഹമ്മദ് റിയാസും ഞാനും തമ്മിൽ പേഴ്സണലി എന്താണ് വിരോധമുള്ളത്? പക്ഷെ മുഹമ്മദ് റിയാസ് കേരളത്തെ വേറൊരു ലൈനിലേക്ക് തിരിക്കാൻ നോക്കുമ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി ഉന്നയിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളും ഇത് തന്നെയാണ് സ്ഥിതി. എത്ര വലിയ സ്വാധീനമുള്ള മാധ്യമമായാലും അവരൊരു അനീതി ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ മാധ്യമങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തിരിച്ച് അങ്ങോട്ട് വിമർശിക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നം വരുന്നത്? ഇപ്പൊ ഞാൻ കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളോടും എന്നോട് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. ഞാൻ പോയി അവരോട് എത്ര സംസാരിച്ചാലും അവർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളെ വിമർശിക്കുന്നു. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അവരെടുക്കുന്ന സമീപനമുണ്ട്. പല കാര്യങ്ങളിലും വലിയ ആദർശം പ്രസംഗിക്കുന്നത്. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയും. ഈ വലിയൊരു വാർത്ത ബാംഗ്ലൂരിലെ ഒരു മാധ്യമ പ്രവർത്തക പുറത്തുവിട്ടു. 1500 ഏക്കർ ഭൂമി തരം മാറ്റി റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘം പോലെ ഫാരിസ് അബൂബക്കറും ശോഭ ഡെവലപ്പേഴ്സും ചേർന്നു. ഒരൊറ്റ ചാനൽ അത് വാർത്ത കൊടുത്തില്ല. ഈ ശോഭയുടെ ഇതുണ്ടല്ലോ, പരസ്യമുള്ളതുണ്ട്. ഇതിനെ ഞാൻ വിമർശിക്കുന്നു. ഞാനതിനെ ഒരു കാലത്തും ഞാൻ അതിനെ എന്ത് ചെയ്യാറില്ല, അനുകൂലിക്കാറില്ല. കാരണം ഈ ശോഭ ഡെവലപ്പേഴ്സോ ഇവിടെ ഏതെങ്കിലും ഒരു പരസ്യം കൊടുക്കുന്ന ഒരു കമ്പനി അവരൊരു കുരുക്കിൽപ്പെട്ടാൽ
ഇവിടെ ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ കേസിൽപ്പെട്ടാൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ചെറിയ കേസിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു കള്ളക്കേസിൽപ്പെട്ടാൽ പോലും അവനെ നിർത്തിപ്പൊരിക്കുന്ന ഒരു മാധ്യമവും, നക്കാപ്പിച്ച പരസ്യം കിട്ടുന്ന ഒരു മുതലാളിയുടെ പേരിൽ ഒരു കേസ് വന്നാലും അവരെ വിമർശിക്കില്ല. അവിടെ ഇതിനെ പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അവിടെ നിങ്ങൾക്കും പ്രശ്നമില്ല. ഞാൻ കേട്ടെ, നാളെ യൂസഫലിക്കെതിരെ വിഷയം ഉണ്ടായി, നിങ്ങൾ വിമർശിക്കും. നിങ്ങളുമായിട്ട് വളരെ അടുത്ത സുഹൃത്ത്. എന്ത് സംശയമുണ്ട്? ഏതിലാ വിമർശിക്കാത്തത്? ഏതിലാണ് വിമർശിക്കാത്തത്? യൂസഫ് അലി അല്ല, ഇവിടുത്തെ ഏത് സമ്പന്നനായാലും ഞങ്ങൾ അവരുമായിട്ടൊന്നും ഒരു വഴിവിട്ട ബന്ധവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എത്രയോ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കും. ഇപ്പോഴും വിമർശിക്കേണ്ട വിഷയം വന്നാൽ വിമർശിക്കും. പിന്നെ അനാവശ്യമായിട്ട് ആളുകളെ വിമർശിക്കുന്ന പരിപാടിയില്ല. പക്ഷെ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ, അത് ഞാൻ ചോദിക്കട്ടെ, ഈ 2018 തണ്ണീർത്തട നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചപ്പോ തന്നെ ഞങ്ങൾ ഇത് പറഞ്ഞതാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ശോഭാ സിറ്റി മാത്രമല്ല, ഈ കാക്കനാട് ഇപ്പം ഈ എറണാകുളത്തുള്ള മുഴുവൻ 500 ചില്ലാണ് ഏക്കർ ഭൂമിയും ഇവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഇതുപോലത്തെ വിഷയങ്ങളിൽ മാധ്യമങ്ങളാവട്ടെ, മാധ്യമ വേണ്ടെന്ന് താങ്കൾ ചോദിച്ചുകൊണ്ടാണ്. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, മാധ്യമങ്ങളുടെ കരപാലിലാളന കൊണ്ട് വളർന്നവരെക്കാൾ സധൈര്യം മുന്നോട്ട് പോകാനും സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കാതെ പോയവർക്കും ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നുള്ള യാതൊരു വേവലാതി എനിക്കില്ല. നാളെ കല്ലെറിയാണെങ്കിൽ ഞാനൊരു കാര്യം, എറിയുമ്പോൾ കൊള്ളുകയും ചെയ്യും, തിരിച്ചെറിയുകയും ചെയ്യും. അത് അപ്പം നിങ്ങൾ ഇത് ചെയ്യരുത്. ആയിക്കോട്ടെ. പിന്നെ അടുത്തൊരു കാര്യം, ഇപ്പൊ ഈ മുഖ്യധാര മാധ്യമങ്ങൾ പലതും അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അവരെ ഇൻകമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് വിങ്ങാണ് അവരുടെ ന്യൂസ് വിങ്ങിനേക്കാൾ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുക്കുന്ന പല വാർത്തകളും ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിട്ട് തന്നെ കാണുന്നത്. മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സമൂഹ പ്രസക്തി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഓൺലൈൻ മാധ്യമങ്ങളുടെ റീച്ച് 67% ഓഫ് ദി ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് ഇന്ത്യ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാനലിലായി. നമ്മൾ ചുമരുമ്പ തൂക്കിയ ചാനൽ ഇപ്പൊ ആരും കാണുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഈ വൈകുന്നേരത്തെ ന്യൂസ് അവറിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ വലിയ നേതാവായിരുന്നു. ഒന്നുമില്ല, ഇതൊന്നും ആരും കാണുന്നില്ല. പൊളിറ്റിക്കൽ വർക്കേഴ്സ് മാത്രമാണ് ഇതിൽ വലിയ താല്പര്യം കാണിക്കുന്നത്. സാധാരണ ജനങ്ങളൊന്നും ഇത് കാണുന്നില്ല. അവരെന്തെങ്കിലും ഒരു കഷ്ണം ഫോണിൽ എടുത്തിട്ട് നോക്കിയിട്ടാണ് കാണുന്നത്. പക്ഷെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകളെ സംബന്ധിച്ചും വിശകലനങ്ങളെ സംബന്ധിച്ചും കുറച്ചും കൂടി ഒരു ജാഗ്രത പല കാര്യങ്ങളിലും പാലിക്കണം. ഞാൻ എല്ലാ മാധ്യമങ്ങളെ കുറിച്ചല്ല പറയുന്നത്. കാരണം അത് ഒരു പിടിച്ച് ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫാക്ട് ചെക്കിങ് ഒരു എന്താ വെച്ചാൽ ഫാക്ട്സ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എല്ലാവരും എല്ലാ വാർത്തയും കൊടുക്കുന്നതും സത്യസന്ധമായ വാർത്തയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ ഒരു ക്രോസ് ചെക്കിംഗ് എങ്കിലും മിനിമം ആവശ്യമുണ്ടെന്നുള്ള ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. മുഖ്യധാര മാധ്യമങ്ങള് അവരൊരു പ്രശ്നം പറയുന്നത് വെച്ചാൽ ഒരാൾ കൊടുത്തിട്ട് വേറൊരാൾ കൊടുത്തില്ലെങ്കിൽ, പക്ഷെ ഈ ഒരാൾ കൊടുക്കുന്നതിന് ഒരു വസ്തുതയില്ലെങ്കിലേ അത് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അതുകൊണ്ടാണ് പലരും ഇപ്പോ വലിയ കള്ളക്കടത്തുകാരനായിട്ടുള്ള PV അൻവർ ഇപ്പൊ വലിയ മാലാഖയായിട്ട് ചമയുന്നില്ലേ? ഞാൻ പറയാം എന്തുകൊണ്ടാണ് PV അൻവർ അയാള് വലിയ നല്ലവനായിപ്പോ മാറിയിരിക്കുക. അത് കാരണം ഇവിടെ അജിത് ഡോവലും മകനും, അജിത് ഡോവലിന്റെ മകൻ 8,000 കോടി രൂപ മോദിയുടെയും അമിത്ഷായുടെയും കള്ളപ്പണം വാർത്ത കൊടുക്കുന്നതിന് എന്തെങ്കിലും ഇപ്പൊ ഇതുകൊണ്ട് എന്തായി? ഒന്നാന്തരം മാഫിയ തലവൻ അവൻ വലിയ ആളായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അതിലൊരു ശ്രദ്ധ നമ്മൾ എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. അതെ അതെ, അതായത് ഇപ്പം പറഞ്ഞു വരുന്നത് ഇപ്പൊ സമകാലികമായിട്ടുള്ള ഈ സംഭവമാണല്ലോ ഇപ്പൊ ഉദ്ദേശിച്ചത്. ഓൺലൈൻ മീഡിയയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് താങ്കൾ ഓൺലൈൻ മീഡിയ ചോദിച്ചാൽ ഓൺലൈൻ മീഡിയക്ക് നല്ല സ്കോപ്പാണ്. ഓൺലൈൻ മീഡിയയാണ് കൂടുതൽ ആൾക്കാരും കാണുന്നത്. പക്ഷെ അപ്പോഴും ഒരു ധാർമ്മികതയുടെ ഒരു നീതിബോധത്തിന്റെ തെറ്റായ വാർത്ത അൻവറിനെ വിശുദ്ധീകരിക്കാൻ അവസരം ഉണ്ടാക്കിയതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോ ഈ അൻവറിന്റെ വലിയൊരു ഇപ്പൊ ബന്ധവും അൻവർ ചെയ്യുന്നത് പോലെയാണ് ഇവിടെ. അൻവർ എന്ത് ചെയ്തിട്ടാണ്? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലത്തെ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞു റിയാസ് തന്നെ പറയണത് ഇപ്പൊ 10-20 മന്ത്രിമാരുണ്ട്, വേറൊരു മന്ത്രിക്കെതിരെയും പറയാം. നിങ്ങൾ എന്താ റിയാസിനെ ടാർഗറ്റ് ചെയ്യുന്നത്? വേറെ ഏത് മന്ത്രിക്ക് ഇവിടെ എന്ത് അധികാരമുണ്ട്? ക്യാമറ ആരാ നടത്തിയത്? KFON ഇടപെടൽ ആരാ നടത്തിയത്? ഇപ്പോഴത്തെ ഈ പുറത്തു വന്ന ഈ കേസിൽ ആരാണ്? ബാക്കി വർത്തമാനം കേട്ടത് നിങ്ങൾക്ക് എന്തോ നിങ്ങളടുത്ത് കടം മേടിച്ചിട്ട് അങ്ങനെയല്ല. എനിക്കൊരു ശത്രുതയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇന്നേ വരെ ഈ ഫാമിലി പൊളിറ്റിക്സ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ അല്ലേ ഇത് വരാൻ തുടങ്ങിയത്? എന്താ അതിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഈ അല്ലാതുണ്ട് അനിരുദ്ധന്റെ മകനാണ് സമ്പത്ത്. അതൊക്കെ വേറെ ചരിത്രം. ഞാൻ പറയുന്നത്
മുഹമ്മദ് റിയാസ് തന്നെ പരാതി പറഞ്ഞല്ലോ. നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കണ്ടല്ലോ. മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മറ്റു മന്ത്രിമാർ വരുന്നില്ല എന്ന് ഞാനാണ്. മുഹമ്മദ് റിയാസ് പറഞ്ഞല്ലേ, എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അവർക്ക് വല്ല അറിയോ? പല മന്ത്രിമാരുടെയും വകുപ്പുകളിൽ നടക്കുന്ന കരാറുകളെ കുറിച്ച് അവർക്ക് വല്ലതും അറിയോ? ഒരു മന്ത്രിക്കും അറിയില്ല. പിന്നെ CPI-ക്കാർ വിദഗ്ധന്മാരാണ്, അവര് വെറുതെ വിടില്ല. അവരത് പിടിച്ചു വെച്ചാൽ ബാക്കിയുള്ള 16 മന്ത്രിമാരുടെയും ഒരു കാര്യം അവർക്ക് അറിയില്ല. അവരിങ്ങനെ ചുമ്മാ നടക്കുന്നേ ഉള്ളൂ. ഇത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ താങ്കൾ റിയാസിനെ ചോദിച്ചല്ലോ. തോമസ് ഐസക്കിനെ ഒഴിവാക്കിയത്, EP ജയരാജനെ ഒഴിവാക്കിയത്, G സുധാകരനെ ഒഴിവാക്കിയത്, പിന്നെ ഇവരെല്ലാം ഒഴിവാക്കിയതിന് കാരണം ടീച്ചറെ മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ഒരു PR ടീച്ചർ ഉറങ്ങുന്നില്ല. അപ്പൊ ആ ടീച്ചറെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ജൂനിയർ മന്ത്രിമാരെ എന്തിനാണ് CPM വെച്ചത്? ഇത് എന്റെ വിമർശനമാണോ CPM-നകത്ത് നടക്കുന്ന വിമർശനമാണോ? അല്ല, ജൂനിയർ മന്ത്രിമാരെന്ന് പറയുമ്പോൾ പിന്നെ കന്നി മന്ത്രിമാരാണെങ്കിലും സജി ചെറിയാനും വാസവനും പിന്നെ ശിവൻകുട്ടിയൊക്കെ കുറെ കാലത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ്. CPM സംസ്ഥാന നേതാക്കന്മാരാ. ഒരു അനുഭവം ഇല്ലെന്ന്, അവരൊന്നും അറിയുന്നില്ല. പാർലമെന്ററി രംഗത്ത് അനുഭവമല്ലായിരുന്നേ അവരൊന്നും. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് ഒന്നും അറിയുന്നില്ല, ഒന്നും. എല്ലാം അച്ഛനും മരുമകനും. ക്യാബിനറ്റ് മീറ്റിംഗ് ഇല്ലേ? ക്യാബിനറ്റ് മീറ്റിംഗിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ ലൈഫ് മിഷൻ കോഴ കേസിൽ ജയിലിൽ കിടക്കുന്നത് എങ്ങനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഏത് ക്യാബിനറ്റ് കൂടിയുള്ള തീരുമാനിച്ചു? തിരിച്ച് കേന്ദ്ര ക്യാബിനറ്റിന്റെ സുപ്രധാനമായ തീരുമാനങ്ങളും അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പിന്നെ അമിത്ഷായും നരേന്ദ്രമോദിജിയും പിന്നെ JP നഡ്ഡയും BL സന്തോഷം ചേർന്നിട്ടാണ് എടുക്കുന്നത്. അതിന് എന്തെങ്കിലും അഴിമതി കേസുണ്ടോ? അഴിമതി അല്ലല്ലേ, എന്തെങ്കിലും കേസുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ മോദിക്കെതിരെയോ മോദിയുടെ മന്ത്രിമാർക്കെതിരെയോ MP-മാർക്കെതിരെയോ ഒരു ചെറിയ ലിറ്റിഗേഷൻ എങ്കിലും ഉണ്ടോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഒരു CN രാജരി കുറി ഉണ്ടോ? ഇല്ല. ഇത്രയും കാലത്തിനിടെ ഒരു കോടതിയിൽ കേസുണ്ടോ? ഒരു FIR ഉണ്ടോ സർക്കാരിനെതിരായിട്ട്? ഇവര് വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുപോലെയാണോ കേരളത്തിൽ? തൊട്ടതിലൊക്കെ അഴിമതിയല്ലേ? ഏതിലും അഴിമതി ഇല്ലാത്തത്? അപ്പൊ ഈ വ്യത്യാസമുണ്ട്. പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ വെരി വെരി എഫിഷ്യന്റ് ആണ്. ഒരു മോദിയും ആവശ്യമില്ല. S ജയശങ്കർ അമേരിക്കയിൽ ചെന്നിട്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങരുതെന്ന് പറഞ്ഞു. എന്താ മറുപടി? ഞങ്ങളുടെ നയതന്ത്രം ഞങ്ങളെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കാണ്. ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാ മന്ത്രിമാരെയും നിങ്ങൾ ആയിക്കോട്ടെ, കേന്ദ്രത്തിന് ഞാനും മാർക്കിടുന്നു. കേരളത്തിന് മാത്രം കുഴപ്പമൊന്നും. അതാണ് ഉള്ളതല്ലേ, ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് വർഷമായി പിന്നെ സംസ്ഥാന അധ്യക്ഷനായി. യുവമോർച്ച കൂടി കടന്നു വന്നതാണ്. ഞാൻ അംഗീകരിക്കുന്നു. യുവമോർച്ചയിലെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ രാഷ്ട്രീയം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ യുവജന സംഘടനാ രംഗത്ത് സ്ഥലപ്പത്ത് നിൽക്കുമ്പോൾ യുവമോർച്ച എന്നുള്ളതല്ല, പിന്നെ DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും തിളങ്ങി നിന്ന ഒരു കാലമാണ് നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. സുരേന്ദ്രേട്ടനെയൊക്കെ സമ്മതിക്കണം. പക്ഷെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ പഴയ സുരേന്ദ്രേട്ടന്റെ പ്രേതമാണ് ആ സ്ഥാനത്തിരിക്കണം നമുക്ക് തോന്നാറുണ്ട് സത്യത്തിൽ. അല്ല, അത് യുവമോർച്ചയുടെ പ്രസിഡന്റും BJPയുടെ പ്രസിഡന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. അത് പല കാരണങ്ങളുണ്ട് അതിന്. യുവമോർച്ച പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന സമര രീതികള്, പോരാട്ട വീര്യം, അതൊക്കെ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കേവലമായ സമര സംഘടന മാത്രമല്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പ്രതിരൂപമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ്. അപ്പോ ചെറിയ ചില പെരുമാറ്റ പ്രതിരൂപമായി പോലും കൃത്യമായി അത് വിജയിക്കാത്തത് കൊണ്ടാണ് ഈ ആക്ഷേപമൊക്കെ. നിങ്ങളിപ്പോ പറയുന്ന 4 സീറ്റ് അവസാന നിമിഷം വരെ, ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയ 4 സീറ്റ് ഞങ്ങൾ ജയിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ പറയുന്ന വിമർശനം ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയാം ഈ വിമർശനമൊക്കെ എന്തിന്റെ പേരിലാണെന്ന്. അതുകൊണ്ട് പരാജയപ്പെടുമ്പോ നാച്ചുറലായിട്ട് കല്ലേറുണ്ടാവും. അപ്പം സുരേന്ദ്രൻ പഴയ സുരേന്ദ്രനല്ല, സുരേന്ദ്രന് സംവേദനക്ഷമതയില്ല, സുരേന്ദ്രന് പിന്നെ പ്രേതമാണ് എന്നൊക്കെ പറയാനുള്ള ഒരു വിമർശനത്തിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്നത്. ഇതിനെല്ലാം എന്താണ് പരിഹാരം എന്ന് എനിക്ക് അസലായിട്ട് അറിയാം. ഈ വിമർശനങ്ങളൊന്നും വിജയിക്കുന്നത് വരെ കേരളത്തിൽ ഞാൻ പറയട്ടെ, പാർട്ടി കേരളത്തിൽ വിജയിക്കുന്നത് വരെ ഈ പഴിയും കല്ലേറും തുടർന്നുകൊണ്ടേയിരിക്കും. അത് പുഞ്ചിരിയോടെ നേരിടുക എന്നല്ലാതെ പാർട്ടി കേരളത്തിൽ വിജയിക്കുന്ന കാലത്ത് ഞാനുങ്ങളൊക്കെ ഉണ്ടാവുമോ? അല്ല, അതാണ് നിങ്ങളെ തെറ്റിദ്ധാരണ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ 4-5 സീറ്റിൽ ഞങ്ങൾ എവിടെ എത്തി നിങ്ങൾക്ക് അറിയാലോ. ജയിക്കാൻ കുറച്ചൊരു വ്യത്യാസം വന്നു. അതുകൊണ്ട് എല്ലാ കാലത്തും അങ്ങനെയാണ് BJP റൈറ്റ് ഓഫ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും കണക്ക് നിങ്ങൾ നോക്കൂ. വേറെ ഏത് പാർട്ടിയാണ് തേർഡ് പാർട്ടിയായി നിന്ന ഒരു പാർട്ടി വിജയത്തിലേക്ക് വന്നിട്ടുള്ളത്? ആസാം AGP കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BJP ഫാർ ബിഹൈൻഡ് ആയിരുന്നു. ഹരിയാന
ദേവിലാൽ ലോക്ദൾ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BJP താഴെയായിരുന്നു. ഒറീസ ജനതാദൾ പരിവാർ, ഞാൻ പറഞ്ഞ അല്ല വടക്കേക്കല്ല, ത്രിപുര, ഞാൻ പറഞ്ഞ കേരളത്തിലും അസംഭാവ്യമാണ് എന്നുള്ളത് ഒരു മൂഢസ്വർഗത്തിൽ വിശ്വസിക്കുന്നത്. സംഭാവ്യമാണ്, അതിന് സമയം ഇനി അധികമില്ല. ശരിയാണ്, കുറച്ച് വേണമെങ്കിൽ കാലതാമസം വന്നു നിങ്ങൾക്ക് ആക്ഷേപിക്കാം. പക്ഷെ ഞാനിപ്പോഴും കാലതാമസം വന്നു എന്ന് വിചാരിക്കുന്നില്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഇവിടുത്തെ മുന്നണി ഘടന, ഇവിടുത്തെ സോഷ്യൽ ഡെമോഗ്രഫി, ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അതിനെ മറികടന്ന് ഞങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പില്, കാരണം 2016 തെരഞ്ഞെടുപ്പിൽ വിരലെണ്ണാവുന്ന വോട്ടിനാണ് മഞ്ചേശ്വരത്ത് നിങ്ങൾ തോറ്റുപോണത് കമർച്ചേനോട്. അത് കഴിഞ്ഞ് പിന്നെ മൂപ്പർക്കെതിരെ വന്ന വിഷയങ്ങളൊക്കെ കൂടി വന്നപ്പോൾ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ 2 മണ്ഡലത്തിൽ പോയി നിന്നത് അബദ്ധമായി എന്നെപ്പൊടി തോന്നിയിട്ടുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശ പാർട്ടിയുടെ വരുമ്പോൾ ഈ കേരളത്തിൽ നടക്കൂല എന്നുള്ളതെങ്കിലും പറയാനുള്ള സാമാന്യ ബുദ്ധി കാണിക്കും. പറയേണ്ടതെല്ലാം പറഞ്ഞിരുന്നു. എന്റെ അഭിപ്രായം കേന്ദ്ര തലത്തിന് കൃത്യമായിട്ട് അറിയാം. മോദിജിയും അമിത്ഷാജിയും നഡ്ഡാജിയും ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല അവർക്കും അറിയാം. പിന്നെ പാർട്ടിയിൽ എപ്പോഴും അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മത്സരിക്കണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞാൽ മത്സരിക്കാതല്ലാതെ വഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ആ ശീലമില്ല. കോൺഗ്രസ് പോലെ പരസ്യ പ്രസ്താവന ഇറക്കുന്നില്ല, വിശദീകരണ കുറിപ്പ് കൊടുക്കാനും കഴിയില്ല. 2 സീറ്റിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് കൂട്ടായ നേതൃത്വം എടുത്ത തീരുമാനമാണ്. ഒട്ടും അതിനോട് എനിക്ക് വ്യക്തിപരമായ യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു അധ്യക്ഷൻ ഒരിക്കലും ശാസനകൾ പാലിക്കാൻ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എല്ലാവരും പാർട്ടി സീനിയേഴ്സിനെല്ലാം അറിയാം. ഇലക്ഷന്റെ തോൽവിയെ സംബന്ധിച്ചിട്ടുള്ള റിവ്യൂ നടത്തുമ്പോൾ ആ റിവ്യൂവിനകത്ത് ഈ 2 സ്ഥലത്ത് മത്സരിച്ചത് പരാജയ കാരണമായി ഒരിടത്ത് ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഫുൾ ടൈം അവിടെ ചോദിക്കായിരുന്നു. ശരിയാണ്, അതൊക്കെ നേതൃത്വം തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ വന്ന വിലയിരുത്തലിന് വന്ന നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരും തുറന്നു പറഞ്ഞിട്ടില്ല. സെൻട്രൽ പാർട്ടി യോഗത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹെലികോപ്റ്റർ പൊളിറ്റിക്സ്, ഉത്തരേന്ത്യയിൽ ഹെലികോപ്റ്ററിൽ പോയാൽ വോട്ട് കിട്ടും, അല്ലെങ്കിൽ നോട്ടെറിഞ്ഞു കൊടുത്താൽ വോട്ട് കിട്ടും. ഇപ്പോൾ DK ശിവകുമാർ കർണാടകയിൽ പൈസ എറിഞ്ഞു കൊടുക്കണം നമ്മൾ കണ്ടു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ക്ലിക്ക് ചെയ്യില്ല എന്നുള്ളത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വെള്ളാപ്പള്ളിനെ കൊണ്ട് കടന്നു ഹെലികോപ്റ്ററിൽ. ഇപ്രാവശ്യം 2021 ആയപ്പോഴത്തേക്ക് തന്നെ സുരേന്ദ്രൻ തന്നെ ഡയറക്റ്റ് ഹെലികോപ്റ്ററിൽ പോയി. അതും അബദ്ധപരമായിട്ടുള്ള തീരുമാനമാണ്. കേരളത്തിലെ ഹെലികോപ്റ്ററിൽ ഞാൻ മാത്രമല്ല പോയിരിക്കുന്നത്, എന്റേത് മാത്രമാണ് വാർത്തയായിട്ട് വന്നത്. ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 പ്രഭാരിമാർ യാത്ര ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ യാത്ര ചെയ്തിട്ടുണ്ട്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ടൊന്നല്ല തോറ്റത്. പക്ഷെ ഹെലികോപ്റ്റർ വേണമായിരുന്നോ? ഹെലികോപ്റ്റർ ഇല്ലാതെ കോന്നിയിലും മഞ്ചേശ്വരം എത്താനും പോകുന്നില്ലല്ലോ. അത് വേറെ കാര്യത്തില്ല. എന്തോ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ആ കാരണങ്ങൾ ഞങ്ങൾ ശരിയായി വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ, തിരുത്തലുകൾ, എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ഇന്റേണൽ പാർട്ടി മാറ്റേഴ്സ് ആണ്. ഞങ്ങൾ എന്ത് തിരുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഒരു പത്രസമ്മേളനം നടത്തി പറയേണ്ടതല്ല. അത് ഞങ്ങളുടെ പ്രവർത്തന ശൈലി, ഞങ്ങളുടെ ബൂത്ത് മാനേജ്മെന്റ്, മാക്രോ ലെവൽ, മൈക്രോ ലെവൽ മാനേജ്മെന്റിലെല്ലാം ഞങ്ങൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് 2024 കഴിയുമ്പോൾ സംസാരിക്കോട്ടെ. പിന്നെ ശബരിമലയില് പിന്നെ ആ സമരത്തിന് മുമ്പിൽ നിന്നു. പിന്നെ നിങ്ങൾ പിന്നെ പോലീസിനോട് വെടിവെക്കാനൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. കുറച്ച് ഡ്രാമാറ്റിക് ആയോ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് സുരേന്ദ്രേട്ടൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്, അയ്യപ്പന്റെ ശാപം കിട്ടുന്നു ഇടതുമുന്നണിക്ക്. അയ്യപ്പന്റെ ശാപം കിട്ടിയത് സത്യത്തിൽ നിങ്ങൾക്കാണെന്ന് ഞാൻ പറഞ്ഞാലോ. കാരണം അതിന് ശേഷമുള്ള 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. അല്ല, അയ്യപ്പ ശാപം കിട്ടും എന്നൊക്കെ പറയുന്നത് ആ സമയത്തുള്ള ഒരു പറയുന്ന ഒരു വാക്കാണ്. BJPക്ക് ഒരു അയ്യപ്പ ശാപവും കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. ഞങ്ങൾ അതിവേഗം വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. പിണറായി വിജയന്റെ കാലശേഷം ഈ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? പിണറായി വിജയൻ തന്നെ ഏത് അവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് ആർക്കാണ് അയ്യപ്പ ശാപമെന്നോ എന്നൊക്കെ ഞാൻ അതിനെ കുറിച്ചൊന്നും വ്യക്തിപരമായി പിണറായി വിജയനെ വിമർശിക്കുന്നത്. കാരണം പിണറായി വിജയനെ കൊണ്ടേ നശിപ്പിക്കുകയാണെങ്കിൽ സന്തോഷമല്ല. പക്ഷെ ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ തിന്മകളോടൊന്നും അവർ നശിക്കട്ടെ എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് CPM എന്ന് പറയുന്നത് ഒരു അവസാന യാമത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തീരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഞങ്ങൾ അങ്ങനെയാണോ? പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. അവർ നശിച്ച് അറബിക്കടൽ ചാടാൻ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ നശിക്കുന്നതിന്റെ സ്പേസ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ആർക്കാ കിട്ടുന്നത്? കോൺഗ്രസ് ഒരു അത് ഒന്നുമല്ല. ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ക്യാമ്പയിനാണ്. ക്രിസ്ത്യാനികളെല്ലാം കൊണ്ടുപോയിട്ട് ശക്തമായിട്ട് ആ PFIയുടെ കുന്തിരിക്കും മറ്റേ ഇതുണ്ടായിരുന്നില്ലേ. ഞങ്ങൾക്ക് ജയിക്കില്ല. റിയാലിറ്റി എപ്പോഴും റിയാലിറ്റി അല്ലേ. അതുകൊണ്ട് തൃക്കാക്കരയൊന്നും ഒരു കാര്യമല്ല.
തൃക്കാക്കര എങ്ങനെ തൃക്കാക്കരയിൽ നിങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടിയിരുന്ന നിങ്ങൾ കാര്യമാണ് അല്ല, അങ്ങനെയല്ല. തൃക്കാക്കര ബൈ ഇലക്ഷനിൽ തന്നെ ഒരു റിലവൻസേ ഇല്ലാത്തൊരു ബൈ ഇലക്ഷൻ. ഒരാൾ മരിച്ചു, അയാളുടെ ധർമ്മപത്നി തന്നെ അവിടെ മത്സരിക്കുന്നു. പിന്നെ അന്നത്തെ സാഹചര്യം CPM പ്രതീക്ഷിച്ചിരുന്നു അവരെ ഉമയല്ലാതെ പോലെ ആരെങ്കിലും ജയിക്കും. നമ്മൾ ഇലക്ഷൻ മുമ്പ് ജയിക്കുന്നു പറയുന്ന പോലെ അല്ലല്ലോ. തൃക്കാക്കര ഒന്നും അല്ല ലോക്സഭയെ നിങ്ങൾ താരതമ്യം ചെയ്യുക. ഈ കൊടകര വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളെ പേരും അല്ലാതെ ഉയർന്നിരുന്നു. ഈ പൈസക്ക് എവിടെ കൊണ്ട് സ്വിസ് ബാങ്കിലും എല്ലാം കൊണ്ടുണ്ടോ? അല്ല, എത്ര പേര് അന്വേഷിച്ചു വന്നിട്ട് എന്തെല്ലാം പരിശോധിച്ചു. നിങ്ങളെ ഏജൻസിയല്ലേ അന്വേഷിക്കും? അല്ലല്ലേ, ഞങ്ങളെ ഏജൻസിയോ 6 മാസം പോലീസ് വിടാതെ പിന്തുടർന്നു. എന്ത് ചെയ്യാൻ പറ്റി? എന്താ ഉണ്ടായിരുന്നത്? 1 രൂപയുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്നെ സാധിച്ചോ? എന്തെല്ലാം കേസെടുത്തു? മോൻസൺ മാവുങ്കലിനോട് 10 ലക്ഷം വാങ്ങി കൊണ്ടുപോയതുപോലെയാണോ സുരേന്ദ്രൻ? ഞാൻ ഏത് കേസിലാണ് എനിക്കെതിരെ തലനാരിഴ കീറി പരിശോധിച്ചു. ജാനുവുമായി ബന്ധപ്പെട്ട എനിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റി? ഞാൻ ഓഡിയോ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി? കേരള പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് ജാനുവിന്റെ കേസ്. അല്ല, മഞ്ചേശ്വരം കോഴ കേസ്, സുന്ദരക്കോഴ്. ഇനിയിപ്പോ മറ്റത് കൊടുക്കാൻ പോകുന്നു, കൊടുക്കട്ടെ. കോടതി ചെന്നാ മതി. എന്നാൽ ഈ കേസുകൾ ഉയർന്നു വന്ന സമയത്ത് മനസ്സൊന്നും പതറിപ്പോയി? ഒന്നും ഒരിക്കലുമില്ല. ഞാൻ അന്നും പറഞ്ഞു ഇതിലൊന്നും 1% പോലും കളങ്കപ്പെടുത്താൻ കഴിയില്ല. കാരണം BJPക്കകത്ത് അതിന്റെ അധ്യക്ഷൻ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും 1% പോലും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യമൊന്നും പറഞ്ഞ് മാധ്യമങ്ങളും എതിർ രാഷ്ട്രീയക്കാരാവുന്നത്ര ശ്രമിച്ചു. കളങ്കപ്പെടുത്താൻ കഴിയില്ല. പലപ്പോഴും ഈ പൊളിറ്റിക്സിനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങനെ തോന്നാറുള്ളൂ? ഇപ്പൊ പിന്നെ ആളുകൾ വിളിക്കുന്ന ചില ഈ ഉള്ളി പിന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റേ ബീഫ് കഴിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെ തോന്നാറ്? ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആരാണ് ഈ പറയുന്നവര്? ഇതിനകത്ത് എഴുതുന്നവരാരാണ്? ഈ വിളിക്കുന്നവർക്ക് എന്താണ് അധികാരം? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നത്? അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ സമീപങ്ങളിൽ നമ്മൾ കാണും. ആ വൃത്തികേടുകൾ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വഴിയിൽ നടന്നു പോകാതിരിക്കാൻ പറ്റും. വൃത്തികേടുകളുള്ള വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അവരെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്ന സമയത്ത്, അല്ല അതിലേക്ക് വരാം, അതിന് മുമ്പ് എങ്ങനെയാണ് BJP രാഷ്ട്രീയത്തിലേക്ക്, കാരണം കേന്ദ്രമൊന്നും ഭരിക്കുന്നില്ല, BJP ഒരു കാലത്തും ഭരണത്തിലും വരുന്നുള്ള പ്രതീക്ഷയില്ല, അങ്ങനെ കാലത്ത് എങ്ങനെയാണ് ഈ പിന്നെ ഒരു സംഘ പരിവാർ പ്രവർത്തകനായിട്ട് മാറുന്നതിന്റെ പശ്ചാത്തലം? അച്ഛൻ അമ്മയിപ്പോ ഇല്ല. അച്ഛൻ ഒരു ജനസംഘം അനുഭാവിയാണ്. ഞങ്ങളുടെ അങ്ങനെ ഒരു സജീവമായ പ്രവർത്തകരൊന്നുമില്ല. എന്റെ സഹോദരന്മാരിൽ ഒരാള് പിന്നീട് BJPയിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു, പ്രവർത്തകനാണ്. ഞാൻ 8 മക്കളിൽ 8ാമത്തെ ആളാണ്. 4 സഹോദരന്മാരും 4 സഹോദരിമാരും. ഞാന് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇതില് വിദ്യാർത്ഥി പരിഷത്തിന്റെ പാലോർ ഹൈസ്കൂൾ എന്ന് പറയും, ഉള്ളിയേരിയിൽ. മുദ്രാവാക്യം വിളിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനൊക്കെ അന്നേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പോകുന്നത്. പിന്നെ വളരെ സജീവമായി ABPയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ ഉടനെ യുവമോർച്ചയായി. പിന്നെ ദീർഘകാലം, താങ്കൾ യുവമോർച്ചയെ കുറിച്ച് പറഞ്ഞാണ്, എന്റെ എത്രയും കാലം യുവമോർച്ചയിൽ പ്രവർത്തിച്ച് ആരും ഉണ്ടാവും തോന്നില്ല. ഞാൻ ഫുൾ 2 ടേം ഇഷ്ടം പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഗുരുവായൂരപ്പൻ കോളേജിൽ നടന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള SFI ABP ആക്രമണമുണ്ട്. നമ്മളിപ്പോ മാതൃഭൂമിയുടെ PRO ഉണ്ട്, ഒരു പ്രമോദ്, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ എന്റെ അടുത്ത സുഹൃത്താണ്. പ്രമോദ് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ഞാൻ SFI ABP സംസ്ഥാന കമ്മിറ്റി മെമ്പർ. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ രഘുനാഥൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നു. അതിഭീകരമായിട്ടുള്ള SFI ABP സംഘർഷം ഉണ്ടായിരുന്നു. 10-15 ദിവസം കോളേജൊക്കെ അടച്ചിട്ടിരുന്നു. പ്രമോദിന്റെ കാലിന്റെ മുട്ടൊക്കെ അടിച്ച് നമ്മൾ തിരിച്ചും അങ്ങോട്ടും നമുക്കിവിടെയൊക്കെ പരിക്ക് പറ്റി എത്രയോ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ അത് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 12ാമത്തെ വാർഡിലും അവർ തൊട്ടപ്പുറത്ത് 13ാമത്തെ വാർഡിലാണ്. ഞങ്ങൾ 10-12 പേര് കിടക്കുന്നു, അവരൊരു 10-15 പേര് കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഈ തമ്മിലടിച്ചവർ തന്നെ അവർക്ക് കിട്ടുന്ന ഓറഞ്ചും പിന്നെ മുന്തിരിയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്ന രീതിയിൽ. പിന്നെ കേസ് തന്നെ ഞങ്ങൾ എങ്ങനെയാണ് തീർത്തത് നിങ്ങൾക്ക് അറിയില്ല, കാരണം കോടതി പോകണല്ലോ, പോയി മടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ സംഘർഷങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ കോളേജിൽ മാത്രമല്ല, ആർട്സ് കോളേജില്, ഗവൺമെന്റ് ആർട്സ് കോളേജ് എന്ന് പറഞ്ഞാൽ SFIയുടെ അങ്ങേറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ അടി എന്ന് പറഞ്ഞാൽ അടിച്ചു ABPക്കാരനെ അടിക്കും. ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു ഇവന്മാരെ എന്തായാലും തിരിച്ചടി. ഇപ്പൊ ഗുരുവായൂരപ്പൻ കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സംഘടനാ സ്വാധീനമുള്ള, ഞങ്ങൾക്ക് ഒരു ബലമുള്ള സ്ഥലമാണ്. അവിടെ ഉണ്ടായിസല്ല, അവിടെ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നിൽക്കക്കള്ളിയില്ല. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മടുത്തു. അവിടെ ABP സംസ്ഥാന സെക്രട്ടറി EK സന്തോഷം, അതേപോലെ ട്രേഡ് യൂണിയൻ ബോർഡ്. ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ആർട്സ് കോളേജ് കയറി ഒന്ന് അടിക്കണം. അങ്ങനെ ഞങ്ങൾ ആർട്സ് കോളേജിൽ പിന്നെ SFIക്കാരൊക്കെ ക്ലാസ് വിട്ട് പുറത്തിറങ്ങി നമ്മളൊരു വണ്ടി ചെന്നു, നിരത്തി
അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. അതെ, ഞാൻ അവിടെയാണ് സുരേന്ദ്രൻ ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അന്നത്തെ കാലത്തെ ഇപ്പം നിങ്ങൾ ഈ പ്രമോദ് എന്ന് പറയുന്നു, പ്രമോദ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചവരാണ്. ആ പ്രമോദിന്റെ കാല് തല്ലിപ്പൊട്ടിച്ചു, പിന്നെ നിങ്ങളെ ദേഹത്താകെ പരിക്കേരുന്നൊക്കെ പറയണു. ഇത് വളരെ പിന്നെ ആ ഓർമ്മകളായി വർക്കുമ്പോൾ അന്നത്തെ ഒരു കുസൃതിയായിട്ട് നമ്മൾ കാണണം അല്ലേ? ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചെയ്യില്ല. അല്ല, ഇന്നിപ്പോ അങ്ങനെ ഒരു ക്യാമ്പസ് സംഘർഷം ഞാൻ ചോദിക്കുന്നത് വേറെ ലൈൻ മാറി. ഞാൻ പറയുന്നത് അന്നത്തെ ക്യാമ്പസ് സംഘർഷങ്ങൾ അന്നുള്ള നമ്മൾ അടിച്ചവരും നമ്മളെ അടിച്ചവരും ഒക്കെ ആയിട്ട് നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇങ്ങനൊക്കെ തിരിച്ചറിവുണ്ട്. ഈ പിന്നെ ഇപ്പോഴും പിന്നെ ബ്രണ്ണൻ കോളേജിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് കെ സുധാകരനും പിണറായി വിജയനും. പണ്ടത്തെ കുസ്തിയുടെ വൈരാഗ്യം എങ്ങനെ കാണുന്നത്? അല്ല, അവരുടെ ഈ കണ്ണൂരിന്റെ ഒരു പ്രത്യേകത വേറെയാണ്. അതിന്റെ കുറച്ചൊക്കെ ഒരു സ്വഭാവം കോഴിക്കോടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, അല്ല അത് രണ്ടുപേരും ഒരു തള്ളു തള്ളിയതാ. എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പിണറായിയും ഒരു തള്ളു തള്ളിയതാണ്, സുധാകരനും ഒരു തള്ളു തള്ളിയതാവാനാണ് സാധ്യതയുള്ളൂ. പക്ഷെ അവരെ രണ്ട് തള്ളലും കേൾക്കുമ്പോൾ ഒരു പിന്നെ ഇമ്മച്യൂരിറ്റി. അത് അവരുടെ രാഷ്ട്രീയം തന്നെ ഒരു അപക്വം എന്ന് പറഞ്ഞാൽ വികാരത്തിന് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പിണറായി വിജയൻ തന്നെ ഒരു തവണ ഞാൻ പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉന്നയിച്ചു. എന്തുമാത്രം ഒരു ആക്രാമികമായ രീതിയിലാണ് അത് കണ്ടില്ല, മാധ്യമങ്ങളിൽ വന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ എനിക്കെതിരെ എന്തെല്ലാം പറയുന്നു. ഞാൻ ഒരു സന്ദർഭത്തിൽ പോലും ഞാൻ എന്റെ സമ്മതം തെറ്റിയിട്ടില്ല. ഞാൻ തിരിച്ചെന്തെങ്കിലും അന്യായമായിട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ വസ്തുതയിൽ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാർ കല്ലേറ് കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ എല്ലാവരും പൂമാലിട്ട് സ്വീകരിക്കുന്നു വിചാരിച്ചിട്ടാണോ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്? അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയല്ല പ്രവർത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പിന്നെ ഈ മറ്റേ ഫോണൊക്കെ ഓഫാക്കിയതാണ്. 1.5 വർഷം മുമ്പ് എടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. പക്ഷേ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കെ സുരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഒരു ക്ലാസിക് ഇൻ്റർവ്യൂ ആയിരുന്നു തന്നെ കരുതുന്നത്. അത് മാത്രമല്ല, സുരേന്ദ്രേട്ടൻ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഞാൻ സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിന് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാറുണ്ട്, കാരണം നിങ്ങളെൻ്റെ ഗസ്റ്റാണ്. പത്രസമ്മേളനമല്ല, പത്രസമ്മേളനത്തിൽ പോയിട്ട് എന്ത് കോണത്തെ ചോദ്യം ചോദിക്കാം. അതേസമയം ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടിരുന്നു, ഒരു നടിയോട് ചോദിക്കുകയാണ്, കിടന്നു കൊടുത്തിട്ടാണ് അവസരം കിട്ടിയത്. ഇൻ്റർവ്യൂവിന് വരുന്നവർ നമ്മുടെ ഗസ്റ്റാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവർ നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥിയാണ്. അത് മാത്രമല്ല, ഇന്ന് വരെ ഇൻ്റർവ്യൂവിന് ഞാൻ ഒരു സ്ഥലത്തും ഒരു നേതാക്കന്മാരെ അടുത്ത് അങ്ങോട്ട് പോയിട്ടല്ല ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. അവരെ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. 2 സ്ഥലത്ത് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചാണ്ടിയമ്മൻ്റെ അടുത്ത് ഇപ്പോൾ അടുത്ത് പിന്നെ മെയ് മാസത്തിൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴും TP സെൻകുമാർ സാറിൻ്റെ അടുത്ത്, പഴയ നമ്മളെ DGPയുടെ അടുത്ത് പോയപ്പോഴൊക്കെ, ചാണ്ടിച്ചൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മൾ വളരെ കംഫർട്ടബിളാണ്, അവരും കംഫർട്ടബിളാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരെ ഒരിക്കലും പിന്നെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, അവരെ ഹരാസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. അവർക്ക് ഈ പിന്നെ ഈ മൈക്ക് ഊരിയിട്ടിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയാൽ പോലെ. അത് ആ ഒരു എത്തിക്സ് സാധാരണഗതിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ പുലർത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം എനിക്കുണ്ട്. പത്രസമ്മേളനത്തിൽ പോയിട്ട് എന്തും ചോദിക്കാം, കാരണം അവർ വിളിക്കുന്ന പ്രസ് മീറ്റാണ്. അവർ വിളിക്കുന്ന പ്രസ് മീറ്റിൽ പോയിട്ട് എന്തും വേണമെങ്കിൽ കൂടി ചോദിക്കാം. പക്ഷേ ഇൻ്റർവ്യൂവിന് വരുമ്പം ഒരു മാന്യത കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചാണ്ടി ഉമ്മൻ 2 പ്രാവശ്യം ഇൻ്റർവ്യൂ തന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്കാണ് തരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പിന്നെ ഈ വർഷം ഒരു ഇൻ്റർവ്യൂ തരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ മേജർ രവിച്ചേട്ടൻ പിന്നെ 2022 എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വർഷം എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ തന്നു 2 വർഷത്തിന് ശേഷം. ഇത് നമ്മുടെ ഒരു സാമാന്യ മര്യാദ, നമ്മളൊരു സുഹൃത്തിനോട് പെരുമാറുന്ന, നമ്മളൊരു പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥിയോട് പെരുമാറുന്ന ഒരു സാമാന്യ മര്യാദ കാണിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് നന്നാക്കി എടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വലിയ ജേർണലിസ്റ്റ് ഒന്നുമല്ല. ഞാൻ വലിയ ജേർണലിസ്റ്റ് എന്നല്ല, ഞാൻ ജേർണലിസ്റ്റേ അല്ല എന്നുള്ളത് നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ മനുഷ്യരോട് എങ്ങനെ പെരുമാറുക എന്നുള്ളതും, നമ്മളൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ചായ എടുത്ത് തരുന്ന ആളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ ഡ്രൈവറോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് സാമാന്യ മര്യാദ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാണിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാണ് എന്നെനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് ഞാൻ പിന്നീട് പ്ലേ ചെയ്യുന്നതാണ്. കാരണം ഇപ്പം തന്നെ 10-40 മിനിറ്റായി. അപ്പം ലാഡ്സിലാം.